പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിൻ്റെ 4ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർഡിനൽ ഉപയുക്തതാവാദം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് തന്നെ നമ്മൾ മൊത്തം ഉപയുക്തതയും അതുപോലെ തന്നെ സീമാന്ത ഉപയുക്തതയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ ചില അനുമാനങ്ങളും പരിമിതികളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ, അതായത് ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ അനുമാനങ്ങളും പരിമിതികളും. ഓക്കെ, അപ്പം ഇത് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, പറയാതെ വയ്യ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു ഓർഡർ ഇല്ലാതെ, ഈ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ച ആളുകൾ, അത് പ്രിപ്പയർ ചെയ്ത ആളുകൾ ഒരു ഓർഡർ ഇല്ലാതെയാണ് ഇത് അച്ചടിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലാണ് ഈ ഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പം മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു അപജയ സീമാന്ത ഉപയുക്തതാ നിയമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപജയ സീമാന്ത ഉപയുക്തതാ നിയമം, അത് ഈ ചെറിയ ഒരു സൈഡ് ബോക്സിൽ കൊടുക്കുകയും എന്നിട്ട് അതിൻ്റെ എന്താ പറയുക, ഈ പറയുന്ന അതിൻ്റെ അനുമാനങ്ങളും പരിമിതികളും എന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തായിരുന്നാലും നമുക്ക് അപജയ സീമാന്ത ഉപയുക്തത നിയമം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ അനുമാനങ്ങളും പരിമിതികളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ അപജയ സീമാന്ത ഉപയുക്തതാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. മറ്റു വസ്തുക്കളുടെ ഉപഭോഗത്തിൽ മാറ്റമില്ലാതെ ഒരു സാധനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ തുടർച്ചയായി ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്നാണ് അപജയ സീമാന്ത ഉപയുക്തതാ നിയമം പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ബോക്സിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നിങ്ങൾ ഈ ബോക്സിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇവിടുത്തെ സീമാന്ത ഉപയുക്തത ഒന്ന് നോക്കൂ. സീമാന്ത ഉപയുക്തത ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ സീമാന്ത ഉപയുക്തത നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ കോളം മാത്രം സീമാന്ത ഉപയുക്തത ഇതിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നില്ലേ? കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നില്ലേ? 20 ഉള്ളത് 18 15 10 4 0 -3 -7. അപ്പോൾ ഇവിടെ ഈ ഒരേ സാധനം തന്നെയാണ്, ഒരേ വസ്തു, ഓറഞ്ച് എന്ന് പറയുന്ന ഒരേ സാധനം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, വാങ്ങിച്ചത്. അപ്പോൾ ആദ്യം വാങ്ങിച്ചപ്പോൾ ഉള്ളതല്ല രണ്ടാമത് വാങ്ങിച്ചപ്പോൾ ഉള്ളത്, അതല്ല മൂന്നാമത് വാങ്ങിച്ചപ്പോൾ കിട്ടിയ സീമാന്ത ഉപയുക്തത. അപ്പോൾ ഇങ്ങനെ ഓരോ അധിക യൂണിറ്റുകളും, ഒരേ വസ്തുവിൻ്റെ അധിക യൂണിറ്റുകൾ തുടർച്ചയായിട്ട് നമ്മൾ ഉപഭോഗം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്ന കാര്യം കുറഞ്ഞു വരുന്നതായി, തുടർച്ചയായി നമ്മൾ ഈ സംഗതി ഉപഭോഗം ചെയ്യുമ്പോൾ അതിൻ്റെ സീമാന്തത ഉപയുക്തത എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നതായിട്ട് പറയുന്നുണ്ട്. നമ്മളത് വന്ന് 0ലേക്കും അതുപോലെ തന്നെ -3 ഒക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ ഒരേ വസ്തുവിൻ്റെ മറ്റു വസ്തുക്കളുടെ ഉപഭോഗത്തിൽ മാറ്റമില്ലാതെ നമ്മളിപ്പോൾ ഒരു സാധനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ നമ്മൾ തുടർച്ചയായിട്ട്, അപ്പോൾ നമ്മൾ 1 2 3 4 5 6 7 8 അങ്ങനെ 8 ഓറഞ്ച് തുടർച്ചയായിട്ട് ഒരേ വസ്തുവിൻ്റെ ഒരേ സാധനത്തിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ എന്ത് ചെയ്യാണ്, തുടർച്ചയായി ഉപഭോഗം നടത്തി. അപ്പോൾ സീമാന്ത ഉപയുക്തത ഇങ്ങനെ കുറഞ്ഞു വരുന്നു. നിങ്ങളവിടെ സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ കുറയുന്നതിനെ വിളിക്കുന്ന പേരാണ് അപജയ സീമാന്ത ഉപയുക്തതാ നിയമമെന്ന്. അപജയ സീമാന്ത ഉപയുക്തതാ നിയമമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 0ലേക്ക് എത്തുന്നുണ്ട്, -ലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇത് അർത്ഥമാക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരേ വസ്തു, ഒരു സാധനം അധിക യൂണിറ്റുകൾ, ഒരേ വസ്തു തന്നെ തുടർച്ചയായിട്ട് ആ വാക്ക് ശ്രദ്ധിക്കണം, തുടർച്ചയായി ഒരേ വസ്തു തന്നെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള സംതൃപ്തി കുറഞ്ഞു വരും എന്നുള്ളതാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പറയുന്നത്. ഓക്കെ, ഇനി കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ അനുമാനങ്ങളും പരിമിതികളും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഓർഡറിലല്ലാതെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കാർഡിനൽ ഉപയുക്തതാവാദം എന്താ പറഞ്ഞിട്ടുള്ളത്, ഓരോ ഉപഭോക്താവും ഓരോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ, തുടർച്ചയായി വാങ്ങിക്കുമ്പോൾ, ഒരേ വസ്തു തന്നെ വാങ്ങിക്കുമ്പോൾ എത്ര സംതൃപ്തി കിട്ടുന്നു എന്ന് നോക്കുന്നതാണല്ലോ ഈ പറയുന്നത്. ആ സംതൃപ്തിയെ നമുക്ക് മനസ്സിലാണ് ഉണ്ടായിരിക്കുക. അത് ഓരോ വ്യക്തിക്കും വ്യക്തിയധിഷ്ഠിതമാണ്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി നോക്കിയതാണ് കാർഡിനൽ ഉപയുക്തതാവാദം എന്ന് പറഞ്ഞത്. അതിന് മൊത്തം ഉപയുക്തതയും അതുപോലെ തന്നെ സീമാന്ത ഉപയുക്തതയും അപജയ സീമാന്ത ഉപയുക്തതയൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ അനുമാനിച്ചെടുക്കാനും ചില കാര്യങ്ങൾ നമുക്ക് ഇതിന് പരിമിതികളായിട്ടുമുണ്ട്.
അപ്പോൾ മൊത്തത്തിലൊരു 10ഓളം കാര്യങ്ങൾ ശരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. 10ഓളം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിയായ രീതിയിൽ ഈ ഉപയുക്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് മുഴുവനൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. കൊടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപജയ സീമാന്ത ഉപയുക്തത നിയമം അതിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ പരീക്ഷയ്ക്ക് ഏതൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി തരാം. ഓക്കെ, അങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മ ഉള്ളതായിരിക്കണം. അതായത് ഇതൊരു പോയിൻ്റാണ്. ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു അനുമാനം അല്ലെങ്കിൽ ഒരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, ഞാൻ ഇവിടെ വാങ്ങിച്ചത് എല്ലാം ഓറഞ്ചാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഓറഞ്ച് തന്നെ ആയിരിക്കണം. ആ ഓറഞ്ച് ഒരേ ക്വാളിറ്റിയുള്ള ഒരേ ഗുണനിലവാരം, അല്ലെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ ആ ഐസ്ക്രീം എന്ന് പറയുന്നത് എല്ലാം ഒരേ എന്തായിരിക്കണം, ഒരേ കമ്പനിയുടെ ഐസ്ക്രീം ആയിരിക്കണം, ഒരേ അളവിലുള്ള ഐസ്ക്രീം ആയിരിക്കണം, ഒരേ എന്താ പറയുക, വാനില ആണെങ്കിൽ വാനില മാത്രമായിരിക്കണം, ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് മാത്രമായിരിക്കണം, അല്ലാതെ ഇത് മിക്സ്ഡ് ആയിട്ടല്ല. അപ്പോൾ എല്ലാം ഒരേ ഗുണമേന്മയുള്ള ഒരു ഉൽപ്പന്നമാണ് ഇരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിക്കണം. അപ്പോഴാണ് ഈ തിയറി വർക്കൗട്ട് ചെയ്യുള്ളൂ, ഈ തിയറി വർക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണല്ലോ ഉപഭോക്താവ്. ഉപഭോക്താവിന് എത്രയാണോ അയാളുടെ വരുമാനം അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ അയാൾ ഒരു സാധനം വാങ്ങിക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു കടയിൽ ചെന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു ഹൽവ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ഹൽവ ഇപ്പോൾ ഒരു ചുവപ്പ് ഹലുവയാണ്, ഒരു പ്രത്യേക ഒരു ഹലുവയാണെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ഹലുവ എല്ലാം ഒരേ സാധനമായിരിക്കണം. അതിൻ്റെ ഇടയിൽ പച്ചയും മഞ്ഞയും ചേർത്ത് വാങ്ങിക്കാൻ പാടില്ല. ഞാൻ വാങ്ങിക്കുന്ന ഏതാണോ അതുതന്നെ ഞാൻ വാങ്ങിക്കണം. പ്ലസ് ഞാൻ എൻ്റെ വരുമാനത്തിനനുസരിച്ചായിരിക്കും ഹലുവ വാങ്ങുക. വേറൊരാളുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കും വാങ്ങിക്കുക. ഇപ്പോൾ എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് എനിക്ക് എന്താ പറയുക, ഒരു 4 അല്ലെങ്കിൽ 5 കിലോ ഹലുവ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അയാളുടെ വരുമാനം അനുസരിച്ച് ഒരു 10 കിലോ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മാത്രമല്ല എനിക്ക് ഈ ഹലുവ ഇഷ്ടമുണ്ടായിരിക്കണം, അല്ലേ? എനിക്കത് ആ ഹലുവ ഇഷ്ടമുണ്ടെങ്കിലാണ് ഞാൻ കൂടുതൽ വാങ്ങിക്കുക. വേറൊരാൾക്ക് ഹലുവ ഇഷ്ടം ഇല്ലെങ്കിൽ അയാൾ കുറച്ചേ വാങ്ങിക്കുള്ളൂ, ചിലപ്പോൾ വാങ്ങിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചി ഇതൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് നടക്കുക, ഒരു വസ്തു കൂടുതൽ വാങ്ങിക്കണോ അതുപോലെ തന്നെ കുറച്ച് വാങ്ങിക്കണോ എന്ന് തീരുമാനിക്കാം. ഒരാളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അതിനനുസരിച്ചിട്ട് വാങ്ങിക്കും. പ്ലസ് പൈസ ഉള്ളത് കൊണ്ട് മാത്രമല്ല വാങ്ങിക്കാൻ പറ്റുക, അയാൾക്ക് അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ അത് വാങ്ങിക്കുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അയാൾ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴും നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു ഓറഞ്ച് എന്ന് പറയുന്ന കാര്യം, ഞാനിവിടെ എനിക്ക് ഒരു ഓറഞ്ചിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം വാങ്ങിക്കുള്ളൂ. എനിക്ക് 2 ഓറഞ്ചിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 2 വാങ്ങിക്കും. ഞാൻ 8 വാങ്ങിക്കാൻ നിൽക്കില്ല. ഓക്കെ, എനിക്കിഷ്ടമുണ്ടെങ്കിലേ ഞാൻ ഈ 8 വാങ്ങിക്കുള്ളൂ. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ 3 ഓറഞ്ച് വാങ്ങാനുള്ള കാശ് ഉള്ളൂന്നുണ്ടെങ്കിൽ ഞാൻ 8 വാങ്ങിക്കുമോ? ഇല്ല, ഞാൻ 3 ഓറഞ്ചേ വാങ്ങിക്കുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു 5 ഓറഞ്ച് വാങ്ങാൻ കാശുണ്ടെങ്കിൽ ഞാൻ 5 ഓറഞ്ച് ആയിരിക്കും വാങ്ങുക. അപ്പോൾ ഇങ്ങനെ എൻ്റെ വരുമാനം, അതുപോലെ തന്നെ അതായത് ഈ ഉപഭോക്താവിൻ്റെ വരുമാനം, അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ ടേസ്റ്റ്, അഭിരുചി, അല്ലെ അയാളുടെ ഇഷ്ടം എന്ന് പറയുന്ന കാര്യം കൂടി അതിനകത്ത് ഘടകമാണ്. ഇതൊക്കെ എന്നീ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പ്രസ്താവിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഭാഗം മാത്രം മതി. ഇനി അപജയ സീമാന്ത ഉപയുക്തത നിയമം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്ത കാര്യം ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് ശരിക്കും ഇവിടെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് മാത്രം ആദ്യം പറഞ്ഞതിന് ശേഷം പറയണമായിരുന്നു. ഇനി ഈ 2 പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഇനി ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് തരാം. അതുമാത്രമല്ല, അടുത്ത് പറയുന്നത് ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം, മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. ഒരു പോയിന്റ്, ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഹലുവ എന്ത് സാധനം ആയിക്കോട്ടെ, ഞാനിവിടെ വാങ്ങിക്കുന്നത് സോപ്പോ എന്തായിക്കോട്ടെ, ഇത് തുടർച്ചയായി വാങ്ങിക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് കയറ്റരുത്, ഞാനിവിടെ ഇപ്പോൾ ഓറഞ്ചിന് പകരം ഞാനിവിടെ എന്താ പറയുക, ഒരു പൊറോട്ടയാണ് വാങ്ങിച്ചെങ്കിൽ ഞാൻ ഒരു പൊറോട്ട വാങ്ങി, അടുത്തത് അപ്പം തന്നെ വാങ്ങിക്കണം, അടുത്തത് അതേ സമയം തന്നെ വാങ്ങണം. അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ വാങ്ങിക്കണം. ഞാൻ ഒരു പൊറോട്ട വാങ്ങിച്ചു, അപ്പം തന്നെ അടുത്തൊരു പൊറോട്ട വാങ്ങിച്ചു, അടുത്തൊരു പൊറോട്ട വാങ്ങിച്ചു, അടുത്തൊരു പൊറോട്ട വാങ്ങിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി കയറ്റുന്നു, അല്ലെങ്കിൽ ചിക്കൻ കറി കയറ്റുന്നു, അത് നോക്കരുത്. ഞാനിവിടെ വാങ്ങുന്ന ഈ പറയുന്ന
ഞാൻ വാങ്ങുന്ന ഈ സംഗതികൾ തുടർച്ചയായിട്ട് വാങ്ങിക്കണം. ഞാൻ രാവിലെ ഒരെണ്ണം വാങ്ങിച്ചു, പിന്നെ ഉച്ചയ്ക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പൊറോട്ട കഴിച്ചപ്പോൾ എത്ര സംതൃപ്തി കിട്ടിയെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ എനിക്കൊരു 150 സംതൃപ്തി കിട്ടി. നിങ്ങൾ തുടർച്ചയായിട്ട് എത്ര ഇത് വാങ്ങിച്ചു? തുടർച്ചയായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ ഇന്ന് രാവിലെ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, പിന്നെ 2 ദിവസം മുമ്പ് ഞാനൊരു പൊറോട്ട വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയായിരിക്കും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ വ്യത്യാസപ്പെടും. അല്ലെങ്കിൽ ഒരാൾ വളരെ വിശന്ന് വലഞ്ഞ് വരുന്ന സമയത്ത് കുറേ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം. അത് ചിലപ്പം എല്ലാം കൂടി ചേർത്തിട്ട് മിനിയാന്ന് 1 മാസം മുമ്പ് വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇന്ന് രാത്രി വാങ്ങിച്ചത് അതൊന്നും ചേർത്ത് പറയാൻ പാടില്ല. ഒരേ സമയം വാങ്ങിച്ച കാര്യങ്ങൾ, ഒരു സാധനം ഒരേ അളവിൽ ഒരേ ഗുണമേന്മയിൽ തുടർച്ചയായി വാങ്ങിക്കണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. ഇതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളെ കയറ്റാൻ പാടില്ല. ഇതിൻ്റെ ഇടയിൽ മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഞാനൊരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഞാൻ പല സാധനങ്ങളും വാങ്ങുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു സാധനം ഞാൻ തുടർച്ചയായി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ മറ്റുള്ളത് വാങ്ങാതെ, മറ്റുള്ളതിനെ ആ പട്ടികയിൽ മറ്റുള്ളതിനെ പെടുത്താതെ, ഇപ്പോൾ ഞാൻ ഒരു കടയിൽ ചെന്ന് സോപ്പ് വാങ്ങിച്ചു, സോപ്പ് 1 2 3 അങ്ങനെ തുടർച്ചയായി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അത് പേന വാങ്ങിച്ചു, 1 2 3 4 5 പേന വാങ്ങിച്ചു. അപ്പോൾ ഓരോന്നിനും ഓരോന്നായിരിക്കും. മറ്റുള്ളതിന് ഇതും കൂടെ മിക്സ് ചെയ്യരുത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യരുത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാനൊരു പൊറോട്ട വാങ്ങിക്കാൻ പോയി, അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് കറിയും കൂടെ കിട്ടി, അത് രണ്ടും കൂടെ ചേർത്തിട്ട് പറയരുത്. പൊറോട്ടയെ മാത്രമായിട്ട് പറയണം. അല്ലെങ്കിൽ ഞാനിപ്പം എന്താ പറയുക, ഒരു ഐസ്ക്രീം കഴിക്കുന്നു, ഐസ്ക്രീമിൻ്റെ കൂടെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു അഡീഷണൽ എന്തെങ്കിലും കിട്ടിയെന്ന് കരുതിയിട്ട് അതിനെ ചേർത്ത് പറയരുത്, അത് മാത്രമായിട്ട് പറയണം. അപ്പോൾ മറ്റു സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലും ഉള്ളവയായിരിക്കണം. യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൃത്യം. ഞാൻ ഇപ്പോൾ 1 കിലോ വാങ്ങിക്കുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഈ ഒരേ സാധനം ഒരു കിലോ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് എന്താ പറയുക, ഒരു കിലോ ഒരു പച്ചക്കറി തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത കിലോവും വാങ്ങേണ്ട 1 കിലോ ആയിരിക്കണം, അടുത്തതും വാങ്ങിക്കേണ്ട 1 കിലോ തക്കാളി, അടുത്തത് വാങ്ങിക്കേണ്ടതും 1 കിലോ തക്കാളി. ആദ്യം ഒരു 500 ഗ്രാം തക്കാളി വാങ്ങിച്ചു, പിന്നെ ഞാൻ 1 കിലോ തക്കാളി വാങ്ങിച്ചു, പിന്നെ ഞാൻ 2 കിലോ തക്കാളി വാങ്ങിച്ചു. ഇങ്ങനെയല്ല, എല്ലാ യൂണിറ്റുകളും നമ്മൾ വാങ്ങിച്ച യൂണിറ്റുകളെല്ലാം നിശ്ചിത അളവിലും ഗുണത്തിലുമായിരിക്കണം. ഗുണത്തിലായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ നിശ്ചിത അളവ്, ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഒരു ഐസ്ക്രീം കഴിക്കുകയാണ്, ഞാൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഞാൻ ആദ്യം കഴിച്ചത് ഒരു ഫുൾ ഐസ്ക്രീമാണ്, ഒരു കോൺ ഐസ്ക്രീം ഫുള്ള് കഴിച്ചു. പിന്നെ ഞാൻ ഒരു സ്പൂൺ ഐസ്ക്രീമേ കഴിക്കണമെന്നുള്ളൂ വിചാരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ സംതൃപ്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചാൽ അടുത്തതും ഞാൻ ഒരു കോൺ ഐസ്ക്രീം ഫുള്ള് കഴിക്കണം, അടുത്തതും ഞാൻ ഒരു കോൺ ഐസ്ക്രീം ഫുള്ള് കഴിക്കണം. അല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു സ്പൂൺ ഐസ്ക്രീമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു നുള്ള് ഐസ്ക്രീം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതോ അത് വെച്ചിട്ട് സംതൃപ്തി അളക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാം ഒരേ അളവിലുള്ളതായിരിക്കണം, ഒരേ ഗുണത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വാനില ഐസ്ക്രീം ആണെങ്കിൽ എല്ലാം വാനില ഐസ്ക്രീം ആയിരിക്കണം, സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി ആയിരിക്കണം, ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് ആയിരിക്കണം. ആ ചോക്ലേറ്റിന് മാത്രം അതിൻ്റെ ഒരു ഇങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ അപജയ സീമാന്ത ഉപയുക്തത നിയമത്തിൻ്റെ ചില പരിമിതികളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ബേസിക്കലി ഇവിടെ ഇവർ കാർഡിനൽ ഉപയുക്തതാവാദത്തിന് അനുമാനങ്ങളും പരിമിതികളും എന്ന് പറഞ്ഞിട്ട് അപജയ സീമാന്ത ഉപയുക്തത നിയമത്തിൻ്റെ പരിമിതികളും എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു വായിക്കുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടായിരിക്കും. എനിവേ ഇത് ബാക്കിയും കൂടെ ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ എഴുതി പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഉപയുക്തത എന്നത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് കാർഡിനൽ ഉപയുക്തതാവാദത്തിന് പകരമായി പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ തുടക്കത്തിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാർഡിനൽ ഉപയുക്തത തിയറി അല്ലാതെ അതിനെ തന്നെ ഓപ്പോസിറ്റ് ചെയ്ത് ഓർഡിനൽ ഉപയുക്തത തിയറി വന്നിട്ടുണ്ടെന്ന്. അതായത് എന്താണെന്ന് പറയുന്നത്, നമുക്കൊരിക്കലും ഈ പറയുന്ന സംഗതി റിയൽ ലൈഫിൽ നമുക്കിങ്ങനെ ഓരോരുത്തരോട് പോയി ചോദിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എത്ര യൂട്ടിൽസ് കിട്ടി, നിങ്ങൾക്ക് എത്ര സംതൃപ്തി കിട്ടി, ഉപയുക്തത കിട്ടി, നിങ്ങൾക്ക് എത്രയാണ്, 20 ആണോ 30 ആണോ 40, അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് പറയുന്നത്. എന്നിരുന്നാലും ഒരു വസ്തുവിൻ്റെ അധിക യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉപയോക്തത കുറഞ്ഞു വരുന്നുവെന്ന വസ്തുത സാധാരണഗതിയിൽ ഉപഭോക്തൃ സ്വാധീനിക്കുന്നുണ്ട്. ആകെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തുമാത്രമാണ്, ഒരേ സാധനം ഒന്നിൽ കൂടുതൽ വാങ്ങുമ്പോൾ ആദ്യം വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഫീലിങ്സ് ആയിരിക്കില്ല രണ്ടാമത് വാങ്ങുമ്പോൾ അതായിരിക്കില്ല. അതായത് തുടർച്ചയായി ഒരേ സമയം ഒരേ സാധനം വാങ്ങിക്കുമ്പോൾ ആദ്യം വാങ്ങിച്ചതിൻ്റെ അതേ സംതൃപ്തി ആയിരിക്കില്ല, അതായത് അതിൻ്റെ സീമാന്തത ഉപയുക്തത ആയിരിക്കില്ല അടുത്തതിന്. അതായത് ഇങ്ങനെ കുറഞ്ഞു വരും തുടർച്ചയായിട്ട് ഒരേ സംഗതി വാങ്ങിക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്.
അടുത്തത് ഉപയുക്തത എന്നത് വ്യക്തി അധിഷ്ഠിതമാണ്. അല്ലേ, അതും ഒരു പരിമിതിയാണ്. ഉപയുക്തത എന്ന് പറയുന്നത് ഒരു വ്യക്തി അധിഷ്ഠിതമാണ്. ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും. ചിലപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളതായിരിക്കും അലുവ, അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്തുണ്ടായിരിക്കുക, ഒരു പ്രത്യേക തരം പേന. ചിലപ്പോൾ ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല. അപ്പോൾ ഇഷ്ടം എന്നുള്ളത് അതായത് ഒരാളുടെ വ്യക്തി അധിഷ്ഠിതമാണ് ഈ കാര്യങ്ങൾ. സ്ഥലം, കാലം എന്നിവയ്ക്കനുസരിച്ച് ഉപയുക്തതയിൽ വ്യത്യാസം വരാം. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല. സ്ഥലകാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ അതും ഒരു പരിമിതിയാണെന്ന് പറയാം. അതായത് ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ അധിവസിക്കുന്ന ഒരാൾക്ക് ഫാൻ നൽകുന്ന ഉപയുക്തത തണുപ്പുള്ള കാലാവസ്ഥയിൽ ലഭിക്കണമെന്നില്ല. അല്ലേ, അപ്പോൾ ഒരു ഫാൻ ഒരാൾക്ക് കിട്ടുകയാണ്, അത് ചൂടുള്ള സ്ഥലത്തുള്ള ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ല സന്തോഷമായിരിക്കും, നല്ല സംതൃപ്തിയായിരിക്കും. എന്നാൽ അതേ ഫാന് നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോഴോ അവർ ഫാന് വേണ്ട, ഫാൻ ഓഫാക്കിയിടുന്നതായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് സ്ഥലം, കാലം അനുസരിച്ച് ചൂട് കാലത്ത് കിട്ടുന്ന സമയത്ത് ഉള്ള പോലെ ആയിരിക്കില്ല ചൂടില്ലാത്ത സമയത്ത്. അപ്പോൾ ഓരോ കാലത്തിനും സ്ഥലത്തിനും അനുസരിച്ചിട്ട് ഈ പറയുന്ന ഉപയുക്തതയിൽ വ്യത്യാസം വരുന്നു എന്നാണ് പറയുന്നത്. ഏതൊരു ഉപഭോക്താവും ഏറ്റവും കൂടുതൽ ഉപയുക്തത പ്രദാനം ചെയ്യപ്പെടുന്ന സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് താല്പര്യപ്പെടുക. അത് ശരിയാണ്. കാര്യം എല്ലാവരും തനിക്ക് എത്രത്തോളം നമ്മൾ വേണ്ടാത്തൊരു സാധനം വാങ്ങും, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് സംതൃപ്തി കിട്ടാത്തൊരു സാധനം നമ്മൾ തുടർച്ചയായി വാങ്ങും. നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് സംതൃപ്തി ലഭിക്കുന്ന, ഉപയുക്തത ലഭിക്കുന്ന സാധന സേവനങ്ങളാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുക. എന്നാൽ വസ്തുക്കളുടെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം എന്നിവ പലപ്പോഴും സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കൂ, എന്നാൽ നമുക്ക് എല്ലാം ഇഷ്ടമാണെന്ന് കരുതി നമ്മൾ എല്ലാ സാധനവും പോയി വാങ്ങുമോ? ഇല്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വരുമാനം, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് നോക്കും. അതുപോലെ തന്നെ സാധനത്തിന് എത്ര പൈസ ഉണ്ട്, നമ്മുടെ പൈസയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ വാങ്ങും, ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങില്ല. പിന്നീട് എപ്പോഴെങ്കിലും പൈസ ഉണ്ടാകുമ്പോഴായിരിക്കും വാങ്ങുക. അപ്പോൾ നമ്മളുടെ ഈ വസ്തുക്കളുടെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ സാധനങ്ങളും സേവനങ്ങളും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഗുണമേന്മയുള്ള സാധന സേവനങ്ങൾ മിതമായ നിരക്കിലും കൃത്യമായ അളവിലും ലഭ്യമാകണമെന്നാണ് ഏതൊരു ഉപഭോക്താവും ആഗ്രഹിക്കുന്നത്. അല്ലേ, എന്തായിരിക്കും എല്ലാ ഉപഭോക്താക്കളുടെയും ആഗ്രഹം എന്താണ്? നല്ല ക്വാളിറ്റി സാധനം കിട്ടണം, അത് ന്യായമായ വിലയിൽ കിട്ടണം, മിതമായ നിരക്കിൽ കിട്ടണം. എവിടെയില്ലാത്ത വലിയ വിലയിൽ നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വിലക്കയറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നത്? ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. കാര്യം നമുക്ക് കൃത്യമായ അളവിൽ നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ അളവിൽ, കൃത്യമായ അളവിൽ, നമ്മൾ 1 കിലോ ആവശ്യപ്പെട്ട 1 കിലോ തന്നെ കിട്ടണം, 2 ലിറ്റർ ആവശ്യപ്പെട്ട 2 ലിറ്റർ തന്നെ കിട്ടണം. അതേ അളവിൽ, കൃത്യമായ അളവിൽ, നല്ല ഗുണമേന്മയോട് കൂടിയിട്ട്, എന്നാൽ മാന്യമായ നിരക്കിൽ, മിതമായ നിരക്കിൽ നമുക്ക് കിട്ടണം. അതെല്ലാം ഉപഭോക്താവിൻ്റെ ഒരു അവകാശമാണ്. അതായത് തോന്നിയ പോലെ നമ്മുടെ നാട്ടിലെ ആളുകൾ കച്ചവടം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആളുകൾക്ക് സാധനം വാങ്ങണ്ടേ? എല്ലാവർക്കും വാങ്ങാൻ പറ്റണം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവരുടെ വരുമാനത്തിനനുസരിച്ച് വാങ്ങിക്കാൻ വേണ്ടി പറ്റണം. ഒരേ അളവിൽ കിട്ടാൻ തോന്നിയ പോലെ 1 കിലോ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് 1 കിലോ കൊടുക്കുക, ചില ആൾക്കാർക്ക് 500 ഗ്രാം കൊടുക്കുക, 900 ഗ്രാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഗുണമേന്മയുള്ള സാധന സേവനങ്ങൾ എന്ത് ചെയ്യണം? ഗുണമേന്മയുള്ള സാധന സേവനങ്ങൾ മിതമായ നിരക്കിൽ, കൃത്യമായ അളവിൽ ലഭിക്കണം. ഇത് ഉപഭോക്താവിൻ്റെ അവകാശമാണ്. മറ്റെന്തെല്ലാം അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിനുള്ളത് എന്നാണ് പിന്നീട് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉപയോഗ്യതയും എന്ന് പറഞ്ഞ ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധന സേവനങ്ങൾക്കും ഉപയുക്തതയുണ്ട് എന്നറിയാം. നമുക്ക് എല്ലാ സാധന സേവനങ്ങൾക്കും ഉപയുക്തതയുണ്ട്. എന്നാൽ അവയെല്ലാം ഉപയോഗപ്രദമാവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാവണമെന്നില്ല. ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഉപയുക്തത ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയാവുന്നത് പോലെ സിഗരറ്റ് എന്നത് ഉപയോഗപ്രദമായ ഒരു വസ്തുവല്ല. മാത്രവുമല്ല അതിൻ്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരവുമാണ്. അല്ലേ, ഹാനികരവുമാണ്. ഉപയുക്തതയിൽ നൈതികതയ്ക്ക് പ്രസക്തിയില്ല. പക്ഷേ അവിടെ എന്താണ്? അപ്പോൾ നമുക്ക് സിഗരറ്റിന് അതിൻ്റേതായ ഉപയുക്തതയുണ്ട്. പക്ഷേ സിഗരറ്റ് വലിക്കുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം നടക്കുമ്പോൾ എന്താണ്? അത് നമുക്ക് ഉപയോഗപ്രദമല്ല, അത് ദോഷമാണ്. പക്ഷെ നമ്മൾ ഒരു വസ്തുവിന് ഉപയുക്തതയുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ആ വസ്തു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അനാരോഗ്യ കാര്യങ്ങളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊക്കക്കോള ഭയങ്കര ഡേഞ്ചർ ഡ്രിങ്കാണ്. പക്ഷേ കൊക്കക്കോള കുടിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ കൊക്കക്കോളക്ക് ഉപയുക്തതയുണ്ട്. കൊക്കക്കോള ദോഷമാണെന്നുള്ളത് അവിടെ പ്രസക്തമല്ല. ഇപ്പോൾ ജങ്ക് ഫുഡ്സ്, ബ്രോസ്റ്റഡ്, ഈ ഫ്രൈഡ് ചിക്കൻസ്, ഇതിനൊക്കെ കൃത്യമായിട്ട് ഉപയുക്തതകളുണ്ട്. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് ദോഷകരമാകുന്ന കാര്യങ്ങളും അപ്പുറത്തുണ്ട്. അപ്പോൾ അത് നോക്കാറില്ല. അപ്പോൾ എനിവേ ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ചില ടൈറ്റിലുകൾ നിങ്ങൾക്ക് തരാം. അത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി? എക്സാം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് എന്തൊക്കെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, ഇപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ അപജയ സീമാന്ത, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണ് പറയുന്നത് കേട്ടോ. അപജയ സീമാന്ത ഉപയുക്തത വാദത്തിൻ്റെ സീമാന്ത ഉപയുക്തതാ വാദത്തിൻ്റെ പരിമിതികൾ എന്താണെന്ന് ആരെങ്കിലും നിങ്ങൾക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് ഓർഡർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് എഴുതിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉത്തരം ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം. ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം. ഈ ഒരു പോയിന്റ് എഴുതാം. ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം. രണ്ടാമതൊരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം, മറ്റ് സാധനങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ, മറ്റ് സാധനങ്ങളുടെയും സേവനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് തന്നെയാണ്, പക്ഷേ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ എഴുതുന്നത്. മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റുകൾ, അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഈ സാധനങ്ങൾ നിശ്ചിത അളവിലും, നമ്മൾ എടുക്കുന്നതെല്ലാം ഒരേ അളവിലും ഗുണത്തിലും ഉള്ളവയായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പരിമിതികൾ. അപ്പോൾ അതുകൊണ്ട് ഈ തിയറി വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതുപോലൊക്കെ നടന്നാൽ മാത്രമാണ് എല്ലാ ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം, മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം, ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതെല്ലാം ഒരേ അളവിലും ഗുണത്തിലൊക്കെ കിട്ടണം. ഇതൊക്കെ ഇതിൻ്റെ പരിമിതികളാണ്, ഈ തിയറിയുടെ ഒരു പരിമിതികളായിട്ട്. അതായത് അപജയ സീമാന്ത ഉപയുക്തതാവാദത്തിൻ്റെ പരിമിതികൾ എന്നൊരു ഹെഡിങ്ങിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യമാണിത്. ഇനി ഇതിൻ്റെ പരിമിതികൾ മൊത്തത്തിൽ കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ പരിമിതികൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിക്കോളൂ, തെറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഹെഡിങ് എഴുതാം. നിങ്ങൾക്ക് എക്സാമിന് വരാവുന്ന മറ്റൊരു ചോദ്യം, കാർഡിനൽ ഉപയുക്തത വാദത്തിൻ്റെ പരിമിതികൾ. നേരത്തെ പറഞ്ഞത് അപജയ സീമാന്ത അതിൻ്റെ പരിമിതികളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ പരിമിതികൾ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കോംപ്ലിക്കേറ്റഡ് ആയി കൊടുത്തിരിക്കുന്നു. രണ്ടും നിങ്ങൾക്ക് രണ്ടിലും എഴുതാം. ഓക്കെ, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ എഴുതിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എഴുതാം, ഉൽപ്പന്നങ്ങൾ ഒരേ ഗുണമുള്ളവയായിരിക്കണം, അല്ലെങ്കിൽ ഗുണമേന്മയുള്ളതായിരിക്കണം. പിന്നെ എഴുതാവുന്ന പോയിന്റ്, ഉപഭോക്താവിൻ്റെ, ഇത് പരിമിതികളല്ല, ഇത് ഞാൻ അനുമാനങ്ങൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അനുമാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. അനുമാനങ്ങൾ കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ അനുമാനങ്ങളാണ്. ഓക്കെ, കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ അനുമാനങ്ങൾ. അടുത്തത് എന്താ? രണ്ടാമത്തെ അനുമാനം എന്താണ്? ഉപഭോക്താവിൻ്റെ എന്താ പറയുക, ഉപഭോക്താവിൻ്റെ വരുമാനം അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം. അടുത്തൊരു പോയിന്റ് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എഴുതിയ കാര്യം എഴുതാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എഴുതിയ അടുത്തൊരു ഹെഡിങ് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ഹെഡിങ് അല്ല, ഒരു ഭാഗമായിട്ട് കൊടുത്തത് കാർഡിനൽ ഉപയുക്തത വാദത്തിൻ്റെ പരിമിതികൾ. ഇതെല്ലാം കൂടെ മിക്സ്ഡായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തെഴുതുമെന്നുള്ളത് ഒരു പേജും കൂടെ ഇൻസേർട്ട് ചെയ്യട്ടെ. കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ പരിമിതികൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നത്, ഒന്ന്, ഉപയുക്തത എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ
എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഉപയുക്തത എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതൊരു പരിമിതിയായിട്ട് എഴുതാം. ഉപയുക്തത വ്യക്തി അധിഷ്ഠിതമാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇതും ഒരു പരിമിതിയായിട്ട് വ്യക്തി അധിഷ്ഠിതമാണ്. പിന്നെ അടുത്തത് നേരത്തെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, സ്ഥലം, കാലം എന്നിവയ്ക്കനുസരിച്ച് ഉപയുക്തതയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നോക്കൂ, ഇത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ എന്തൊക്കെയാണ് അപജയ സീമാന്ത ഉപയുക്തത വാദത്തിൻ്റെ പരിമിതി. അതായത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ഇനി അത് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം, മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം, യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലും ഉള്ളവയായിരിക്കണം. ഓക്കെ. കാർഡിനൽ ഉപയുക്തതാവാദത്തിൻ്റെ അനുമാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം, ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം. ഇനി കാർഡിനൽ ഉപയുക്തവാദത്തിൻ്റെ പരിമിതികളാണ് ചോദിക്കുന്നതെങ്കിലോ, ഉപയുക്തത എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയില്ല, ഉപയുക്തത വ്യക്തിയധിഷ്ഠിതമാണ്, സ്ഥലം, കാലം എന്നിവയ്ക്കനുസരിച്ച് ഉപയുക്തതയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത്തരം പോയിന്റുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരം പോയിന്റുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു അപജയ സീമാന്തത ഉപയുക്തത നിയമം കൂടി ഇവർ കയറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷനായിട്ട് വരും. ഇവിടെയൊക്കെ ആയിട്ടും അവിടെയൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി തന്നിട്ടുള്ള ഈ പോയിന്റുകൾ വെച്ചിട്ട് പഠിക്കുക. എക്സാമിന് അത് മതി. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അത്രയും മതി കേട്ടോ. ഓക്കെ. എനിവേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം.